എല്ലാവർക്കും അഡ്വാൻസായി തന്നെ ഹൃദ്യമായ തിരുവോണാശംസകൾ നേരുകയാണ്. നാളെ ഓഗസ്റ്റ് 26 തിരുവോണ ദിവസമായ ബുധനാഴ്ച തിരളുന്ന സിനിമയാണ് ടോക്സിക്. ഏറെ നാളുകൾക്ക് ശേഷം യാഷ് നായകനായി എത്തുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളിയായ ഗീതു മോഹൻദാസാണ്. ചിത്രം കന്നഡ, മലയാളം, തെലുങ്ക്, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് എന്നിങ്ങനെ 6 ഭാഷകളായി പാൻ ഇന്ത്യൻ റിലീസായാണ് തിയേറ്ററെത്തുന്നത്. 3 മണിക്കൂർ 14 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. ചിത്രത്തിൽ യാഷിനൊപ്പം കിയാര അദ്വാനി, നയൻതാര, ഹുമ ഖുറൈഷി, താര സുതാര്യ, രുക്മിണി വസന്ത് എന്നിങ്ങനെ 5 താരസുന്ദരിമാരാണ് അണിനിരന്നിരിക്കുന്നത്. ഗീതു മോഹൻദാസിന്റെ കഥയ്ക്ക് യാഷ്, ഗീതു മോഹൻദാസ് എന്നിങ്ങനെ 2 പേർ ചേർന്ന് തിരക്കഥ തയ്യാറാക്കിയിട്ടുണ്ട്. രാജീവ് രവി ഛായാഗ്രഹണവും ഉജ്ജൽ കുൽക്കർണി എഡിറ്റിംഗും നിർവഹിക്കുന്നു. രവി ബസറൂറാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. KVN പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ സിനിമ ഏകദേശം 500 കോടി ബഡ്ജറ്റാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ ആദ്യ ഷോ ആരംഭിക്കുന്നത് രാവിലെ 6 മണിക്ക് തന്നെയാണ്. അതേസമയം തമിഴ്നാട്ടിൽ ചുരുക്കം ചില തിയേറ്ററുകൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും രാവിലെ 9 മണിക്ക് തന്നെയാണ് ആദ്യ ഷോ ആരംഭിക്കുന്നത്. അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ബുക്ക് മൈ ഷോ കത്തിച്ചുകൊണ്ട് മണിക്കൂറിൽ 60,000 65,000 ടിക്കറ്റ് വരെയൊക്കെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. സിനിമ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേടിയെടുത്ത പ്രീസെയിലിന്റെ കാര്യത്തിൽ റെക്കോർഡ് നേട്ടമാണ് കൊയ്തിരിക്കുന്നത്. നിലവിൽ വന്നിരിക്കുന്ന കണക്കനുസരിച്ച് 2026 തിയേറ്ററിലെത്തിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ ഘട്ടം നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ടോക്സിക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നിലവിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്നത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ഹോളിവുഡ് സിനിമയായിരുന്നു. 58 കോടി 5 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ നേടിയെടുത്തിരുന്നത്. 2-ാം സ്ഥാനത്ത് ദുരന്തർ 2 ആണ് ഉണ്ടായിരുന്നത്. 53 കോടി 40 ലക്ഷം രൂപയായിരുന്നു ദുരന്തർ 2 നേടിയെടുത്തിരുന്നത്. എന്നാൽ ഇന്ന് വൈകിട്ട് 5 മണിയോടെ തന്നെ ഇന്ത്യൻ ഓപ്പണിംഗ് പ്രീസെയിലായി 62 കോടി 40 ലക്ഷം കളക്ട് ചെയ്ത് ടോക്സിക് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. നിലവിൽ ഫൈനൽ ഇന്ത്യൻ പ്രീസെയിൽ ഘടന റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിലും ഇന്ത്യൻ ഓപ്പണിംഗ് പ്രീസെയിലായി സിനിമ 72 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമയുടെ വീക്കെൻഡ് ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷൻ 105 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അതേസമയം സിനിമയുടെ കേരള പ്രീസെയിൽ 1 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നിവിൻ പോളി നായകനായി ഗിരീഷ് ഷേഡി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിരളത്തി ഓണം തൂക്കിയെടുത്ത മലയാള സിനിമയാണ് ബദ്ലഹേം കുടുംബ യൂണിറ്റ്. മമിത ബൈജു, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, ശ്യാം മോഹൻ, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമ ഉത്രാട ദിനം കൂടിയായ 5-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയാണ് പിന്നിടുന്നത്. സിനിമ 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 7 കോടി 16 ലക്ഷം രൂപയാണ്. അങ്ങനെ 4 ദിവസം കൊണ്ട് 25 കോടി 56 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. കർണാടകയിൽ 3 കോടി 87 ലക്ഷം, തമിഴ്നാട്ടിൽ 1 കോടി 71, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 39 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1 കോടി 90 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 33 കോടി 43 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് $4.87 മില്യൺ, അതായത് 46 കോടി 63 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 80 കോടി 6 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി ഉത്തരാട ദിനം കൂടിയ 5-ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 8 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 5 ദിവസം കൊണ്ട് 33 കോടി 50 ലക്ഷം റേഞ്ചിലാണ് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 15 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ 5 ദിവസം കൊണ്ട് 95 കോടി റേഞ്ചിലാണ് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച തിരളത്തിയ മലയാള സിനിമയാണ് ഖലീഫ. മോഹൻലാൽ, മാളവിക ശർമ്മ, കൃതി ഷെട്ടി, ഇന്ദ്രൻസ്, ഷമ്മി തിലകൻ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 13 കോടി 41 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ നിന്ന് 1 കോടി 6 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 40 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 8 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 32 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 15 കോടി 27 ലക്ഷം രൂപയാണ് 5 ദിവസം കൊണ്ട് നേടിയെടുത്തത്. വിദേശത്ത് $1.76 മില്യൺ, അതായത് 16 കോടി 80 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തത് 32 കോടി 7 ലക്ഷം രൂപയാണ്. ഇനി ഉത്രാട ദിനം കൂടിയ 6-ാം ദിവസമായ ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1 കോടി 15 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 6 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 14 കോടി 50 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 34 കോടി 50 ലക്ഷം റേഞ്ചിലാണ്. ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിരളത്തെ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തെലുങ്ക് സിനിമയാണ് ഇരുമുടി. ശിവ നിർവ്വാണ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രവി തേജ, പ്രിയ ഭവാനി ശങ്കർ, സ്വാസിക വിജയ്, ബേബി നക്ഷത്ര, അജയ് ഘോഷ്, സായി കുമാർ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 4 ദിവസം കൊണ്ട് ആന്ധ്രയിൽ 35 കോടി 88 ലക്ഷം രൂപയും തെലങ്കാനയിൽ 34 കോടി 2 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് തെലുങ്ക് കളക്ഷനായി മാത്രം നേടിയെടുത്തത് 69 കോടി 90 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 4 ദിവസം കൊണ്ട് തന്നെ 7 കോടി 22 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 1 കോടി 51 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1 കോടി 90 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 80 കോടി 53 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. വിദേശത്ത് $1.49 മില്യൺ, ഏകദേശം 14 കോടി 25 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 94 കോടി 78 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത്. ഇനി 5-ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് 16 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 100 കോടി പിന്നിട്ട് 110 കോടിക്ക് മുകളിലാണ് ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിരിക്കുന്നത്. ലോകേഷ് കനകരാജ് നായകനായി അരുൺ മാധേശ്വരൻ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് DC. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 14 ലക്ഷം രൂപയാണ്.
അങ്ങനെ 18 ദിവസം കൊണ്ട് കേരളത്തിൽ 19,44,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ 25 കോടിക്ക് മുകളിലും വേൾഡ് ഗ്രോസ് 103 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.